ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഊണൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ മോനേട്ടന് ഒരേ പരാതി, ഞാനുണ്ടെങ്കിൽ നിങ്ങൾ വൈകിട്ട് സ്നാക്കൊന്നും ഉണ്ടാക്കണില്ല, ഞാനില്ലാത്ത സമയത്ത് ചെയ്യണു, വീഡിയോ ഇടണമെന്നൊക്കെ പരാതി. അപ്പോൾ എന്നാൽ ശരി, ഇന്ന് ആളുണ്ട്, അപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മസാല ബോണ്ട, പൊന്നൂസിൻ്റെ ഫേവറേറ്റ് മസാല ബോണ്ട. അപ്പോൾ വൈകിട്ട് ചായക്ക് ഇന്നത്തെ ചെറുകടി എന്ന് പറഞ്ഞാൽ മസാല ബോണ്ട. അപ്പോൾ പൊന്നൂസ് ഇവിടെ സവാള കട്ട് ചെയ്യാണ്. ഭയങ്കര ഭാരപ്പെട്ട പണി കഴിഞ്ഞ പൊന്നൂസ്. അപ്പോൾ പൊന്നൂസ് സവാളയൊക്കെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു പൊന്നൂസ്. കഴിഞ്ഞിട്ടില്ല, കട്ട് ചെയ്യാലോ. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല ചൂടുണ്ട് ഇതിന്, കൈ പൊള്ളി. ഈ ചൂടോട് കൂടി തന്നെ ഉടച്ചു കഴിയുമ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. നമുക്ക് നല്ല ചൂടാണ്. പൊന്നൂസ് കണ്ട വേഗം ആ പണിയൊക്കെ ചെയ്തു. ഇത് പൊടിക്കും പൊന്നൂസേ, ചൂട് നല്ല ചൂടുണ്ട്. ഞാൻ അങ്ങനെ വേവിച്ച ഉരുളക്കിഴങ്ങ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പൊടിച്ചെടുത്തിട്ടുണ്ട്. ചൂടോടുകൂടെ തന്നെ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ പൊടിച്ചു. കണ്ടോ, പൊന്നൂസ് എളുപ്പമുള്ള പണിയൊക്കെ പൊന്നൂസ് ഏറ്റെടുക്കും കേട്ടോ. ഇങ്ങനെയുള്ള പണിയൊക്കെ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചതാണെന്ന് പറയാതെ. സവാള എന്താ മെഷീനിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ എല്ലാം പൊടിഞ്ഞു വന്നു. എന്നിട്ട് പറയാം ഞാൻ കഷ്ടപ്പെട്ട് പൊടിച്ചു വെച്ച സവാള അരിഞ്ഞു വെച്ചത്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ബാക്കിയെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് മസാല ആക്കിയിട്ട് എടുക്കാം. നമുക്ക് പെട്ടെന്ന് വേണം, വിശക്കും. നമുക്ക് മസാല പാകമാക്കി എടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അരിഞ്ഞ സവാള തന്നെ കേട്ടോ. സവാള വഴന്ന് കിട്ടാനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം പച്ചമുളകാണ്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില അതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്ര ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റംസ് കിഴങ്ങ്, പൊട്ടറ്റോ നന്നായി മിക്സ് ചെയ്യുക. പൊന്നൂസിലൊക്കെ ചെയ്യുന്ന പറയുന്നത് എന്നാണ് അറിയില്ല. അപ്പോൾ നമ്മുടെ ബോണ്ടയ്ക്കുള്ള മാവ് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ പാകത്തിനുള്ള ബോൾസ് ആക്കിയിട്ട് എടുക്കാം. മസാല ബോണ്ടയ്ക്കുള്ള ബോൾസ് ഇവിടെ ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം ബോൾസാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊന്നൂസ് ഇവിടെ എണ്ണിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ മസാലകളായി ഇങ്ങനെ മാവിൽ മുക്കി ചുട്ടെടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എണ്ണ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് രാത്രി മീൻ വറുക്കാനോ അങ്ങനെ എന്തിനെങ്കിലും മാത്രമായിട്ട് എടുക്കാനുള്ള പാകത്തിനുള്ള എണ്ണ എടുത്തത്. അപ്പോൾ നമ്മുടെ മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ പൊന്നൂസ് ചമ്മന്തിക്കുള്ള പരിപാടിയിലാണ്. ചമ്മന്തി ആൾ സൂപ്പറായി അരയ്ക്കും കേട്ടോ. അങ്ങനെ പൊന്നൂസിൻ്റെ തക്കാളി ചട്നി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ. അപ്പോൾ നമ്മുടെ ഇഞ്ചിച്ചായയും മസാല പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ കൊടുക്കുക. പൊന്നൂസും നമുക്കൊക്കെ കഴിക്കാം. നന്നായിട്ട് ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയണ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്